സമയം പയ്യെ പയ്യെ രാവിലായി വന്നിട്ടാ. ഡീപ് സീ ഫിഷിങ്ങിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കിടിലൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കട്ടക്കൊമ്പൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ബീഞ്ചിൽ അടിച്ചെടുക്കാൻ പറ്റില്ല, കാരണം ബീഞ്ച് പൊളിഞ്ഞു, അത്രക്ക് വെയിറ്റ് ഉണ്ട്. അപ്പൊ അതിനെ വലയിൽ പൊക്കിയെടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത് പുറത്തിട്ടിട്ട്. காய் எடுத்து போடுங்கடா. இங்க வாழங்க ചെറവറാന്നും പറഞ്ഞോണ്ടാ നമുക്ക് മീൻ കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു 3-4 കട്ടക്കൊമ്പൻ അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂ മാർലിൻ എന്ന് പറയട്ടെ, അത് അടുപ്പിച്ചാണ് നമ്മുടെ വലയിൽ വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആക്ച്വൽ സൈസ് നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ പേരിലുണ്ട്. എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 50 കിലോന് മേളിലുണ്ടാവും ഒരെണ്ണത്തിന്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. വീഡിയോയിൽ അല്ലെങ്കിൽ ഫോണിൽ അത് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റണില്ല, അതിന്റെ സൈസ് അറിയണില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇനിയുള്ള പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിനെ വലയിൽ നിന്ന് നേരെ എടുത്ത് നേരെ സ്റ്റോറിലേക്ക് ഇറക്കാൻ പോയാണ്. നമ്മൾ പിടിക്കണ മീനുകളിൽ വിലയുള്ള ഒരു മീനാണ് കട്ടക്കൊമ്പൻ അല്ലെങ്കിൽ ബ്ലൂ മാർലിൻ എന്ന് പറയുന്ന മീൻ കേട്ടോ. അത് നമുക്ക് ഏകദേശം ഒരു 3 എണ്ണം വലുത് നല്ല ടോപ്പ് ക്വാളിറ്റി സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു ലക്കി ഡേ ആണ്. അത്യാവശ്യം നല്ല നല്ല മീനുകളാണ് നമ്മുടെ വലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ 2 എണ്ണം കിടക്കുന്നുണ്ട്, ഒരെണ്ണം തൊട്ടപ്പുറമുണ്ട്. അതിനെ വലയിൽ നിന്ന് എടുത്തിട്ട് അതും കൂടി ഇവിടെ കൊണ്ട് വെക്കോട്ടെ. രമേശണ്ണൻ ഈ സ്റ്റെപ്പർ എടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പർ ഓരോരോ തട്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോർ റൂമിൽ മീൻ സ്റ്റോർ ചെയ്യണത്. എല്ലാന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പർ ഉള്ള ഒരു പ്ലൈവുഡിന്റെ പീസാണ്. അപ്പൊ ഈ വലിയ മീനുകൾ നമ്മൾ സ്റ്റോറിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഇതിന്റെ കൊമ്പെല്ലാം മുറിച്ചുകളയും. എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മേത്തും നമ്മുടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തിയിരിക്കും. അപ്പൊ അതെ, നമുക്ക് കിട്ടിയ ഒരു ബ്ലൂ മാർലിന്റെയും ബ്ലാക്ക് മാർലിന്റെയും ഒക്കെ കൊമ്പ് മുറിച്ചുകളയാണ് കട്ടക്കൊമ്പന്റെ ഒക്കെ. കണ്ട, അടുത്തൊരു പന്നിക്കോലാൻ വന്നിട്ടുണ്ട്. അത് അത്ര വലുതൊന്നുമല്ല, ഒരു 10-12 കിലോ ഭാരമുള്ള ഒരു പന്നിക്കോലാനാണ് വന്നേക്കണം. അപ്പൊ അതെ, അതിനെ പൊക്കിയെടുക്കണേണ്ടി കാണണം. അപ്പൊ നമ്മുടെ കട്ടക്കൊമ്പന്റെ കൊമ്പെല്ലാം മുറിച്ചിളഞ്ഞി. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിക്കോലാന്റെ കൊമ്പ് മുറിക്കണോട്ടോ. ചെറിയ പന്നിക്കോലാനാണെങ്കിൽ പോലും അതിന്റെ കൊമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലുതായിരിക്കും കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ മീൻ അത്യാവശ്യം വലിപ്പമുള്ളൂ, പക്ഷെ അതിന്റെ കൊമ്പിന്റെ നീളം കണ്ട നല്ല വലിപ്പമാണ്. അപ്പൊ വലിയ മീനിന്റെ ഒക്കെ കൊമ്പിന്റെ നീളം ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊരു 100-120-130 കിലോന്റെ എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൊമ്പ് ഇപ്പൊ നേരെ നമ്മ മുറിച്ചെടുക്കാനായിട്ട് പോകണ്ട. ഇത് കണ്ട രമേശണ്ണം പിടിച്ചിരിക്കണണ്ട. ഇത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പന്നിക്കോലാന്റെ കൊമ്പാണ്ടി കാണുന്നത്. അപ്പൊ അതേ സരോ അത് വെച്ചിട്ട് നമ്മുടെ നാഗരാജന്റെ പുറത്തൊക്കെ വെട്ടണ പോലെ കാണിക്കുന്നുണ്ട്. എല്ലാ മീനുകളിലേക്കും നേരെ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മ സ്റ്റോറിലേക്ക് ഇറക്കണേട്ടാ. വലിയ മീനുകൾ, അതായത് നമുക്ക് കിട്ടി പന്നിക്കോലാന്റെ കുടലും അതുപോലെ എല്ലാ സംഭവങ്ങളും എടുത്ത് ക്ലീൻ ആക്കി ഇതിന്റെ വയറിന്റെ ഉള്ളിലാണ് ഐസ് ഇടുന്നത്. അപ്പൊ അങ്ങനെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ അത്ര നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഉടഞ്ഞു പോയി മീനിന്റെ ഉള്ളിൽ ഐസ് പിടിക്കുകയും ചെയ്യലുണ്ട്. കിട്ടിയ 2 വലിയ പന്നിക്കോലാന്റെ ഉള്ളിൽ നമ്മൾ കുടലെല്ലാം എടുത്ത് കളഞ്ഞ് അതിന്റെ ഉള്ളിൽ
നന്നായിട്ട് ക്ലീൻ ആക്കി ചോരയുടെ ഇതെല്ലാം കളഞ്ഞതിന് ശേഷം ഐസ് ഇട്ട് കിഡിലിനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കോൾട്ടാ. ഓലക്കൊടിയൻ വന്നിട്ട് കുറെ നേരമായിട്ട് നമ്മുടെ വലയിനകത്ത് അങ്ങനെ ഒരെണ്ണം വന്ന് അത്ര വലിപ്പമുള്ളതൊന്നുമല്ല, എന്നാലും ഒരു മീഡിയം. അപ്പൊ ഇതിനും ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, അങ്ങനെ തേർഡ് ക്വാളിറ്റി, ഇതിനും ഉണ്ട് ക്വാളിറ്റി വൈസ്. അപ്പൊ അതേ പൊന്നി ഓലക്കൊടിയനെ വലിച്ചു കൊണ്ടുവന്ന് അവിടെ ഇടണേണ്ടി കാണുന്നത് നോക്കി കണ്ട. ഇതാണ് നമ്മുടെ ഓലക്കൊടിയൻ, അല്ലാന്നുണ്ടെങ്കിൽ സെയിൽ ഫിഷ് എന്ന് പറയുന്നത്. ഓലാന്റെ കൊമ്പാണ്ടി കാണുന്നത് വെള്ളത്തിൽ പോണ സ്പീഡ് ഒഴിക്കും. ആ കോലാമീന്റെ കൊമ്പ് കണ്ട, ഇതിന്റെ വലിപ്പവും അതുപോലെ ആ ഒരു സൈസൊക്കെ നോക്കി. ശരിക്കും ഇതിന്റെ കൊമ്പുമ്പോ മൊത്തം ഫുള്ള് അരമ്പോലെ കണ്ട. അപ്പൊ ഇത് കൊമ്പ് മാത്രം നമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നത് നോക്കിയേ.